ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കുറയുന്നുണ്ടോ? എന്തായിരിക്കും കാരണം? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പഴയ വീഡിയോസിന് ലഭിക്കുന്ന വ്യൂസ് പോലും പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ കൺസിസ്റ്റൻസിയാണ്. അതിനാൽ നമ്മൾ സാധാരണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ കുറെ ബ്രേക്ക് എല്ലാം എടുത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആഴ്ചയിൽ 2 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. ആ 2 വീഡിയോസ് കൃത്യമായി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പുതുതായി ചാനലിലേക്ക് വന്നവരാണെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഡെയിലി ഒരു വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്, നമ്മൾ കുറെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും, എന്നാൽ മടി പിടിച്ച് കുറെ ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യില്ല. വീണ്ടും കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ ബ്രേക്ക് എല്ലാം എടുത്താണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വ്യൂസ് കുറയാൻ ഇത് കാരണമാകും. കാരണം നമുക്ക് യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു പാറ്റേൺ കിട്ടുന്നില്ല. അതിനാൽ തന്നെയാണ് നമ്മുടെ വ്യൂസ് എല്ലാം നഷ്ടമാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡെയിലി എല്ലാം വീഡിയോ ചെയ്യുന്നവർക്ക് ഒരുപാട് വ്യൂസ് എല്ലാം കൂടുന്നത് കാണാൻ സാധിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ യൂട്യൂബിൽ വളരെ ആക്റ്റീവും അതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ടുമാണ് വീഡിയോസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ അവരുടെ വീഡിയോസിന് പതുക്കെ നല്ല ഒരു റീച്ചിലേക്ക് എത്താൻ സാധിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ പഴയ വീഡിയോസിനൊന്നും തന്നെ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ വ്യൂസ് ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ പഴയ വീഡിയോസിന് വ്യൂസ് വരാത്തത്? നമ്മുടെ വീഡിയോസിന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് കുറവാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് പുതുതായി വ്യൂസ് എല്ലാം ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അതിനാൽ തന്നെ നമ്മുടെ പഴയ വീഡിയോസിന്റെ CTR അല്ലെങ്കിൽ ക്ലിക്ക് ത്രൂ റേറ്റ് നമ്മൾ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യുക. ക്ലിക്ക് ത്രൂ റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ അതുപോലെ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ എന്നിവയാണ്. ഇങ്ങനെ വ്യൂസ് നഷ്ടമായ പഴയ വീഡിയോസിന്റെ തംബ്നെയിൽ അപ്ഡേറ്റ് ചെയ്തും അതുപോലെ ആ വീഡിയോസിന്റെ ടൈറ്റിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്തും നമുക്ക് അതിലേക്ക് വ്യൂസ് കൊണ്ടുവരാൻ സാധിക്കും. നല്ല തംബ്നെയിൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എങ്ങനെ നല്ല തംബ്നെയിൽ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.